അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ ഒരു കോൺവെർസേഷൻ ഇല്ല. അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഹാർട്ട്ഫുൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു പുള്ളി അത്തരത്തിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്തിനുണ്ട്. ഇപ്പൊ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടി കൊടുത്ത് പുള്ളി അതിനെ കട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വിട്ടു ആ കോൺവെർസേഷനെ. അതുപോലെ അങ്ങനെ ഒരു ഡ്രാമ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഡ്രാമയുണ്ട്. എവിടെയെന്നറിയാമോ? തല്ലുപിടുത്തം, അടി, പറന്നടി, നെറ്റിക്കടി, മാറ്റം, അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ആ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. അത് ഡ്രാമയല്ലോ, അത് മറ്റേ ഫയറാണല്ലോ. ഞാൻ മകളുടെ കാര്യം ചോദിക്കട്ടെ. മകളിനെ എന്ത് പറഞ്ഞ് ധ്യാൻ ചേട്ടൻ ഉപദേശിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒന്ന് നമ്മൾ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ കാരണം പുതിയ ജനറേഷനിൽ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്, 6 വയസ്സായിട്ടുള്ളത്. അപ്പം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ചിന്താഗതി, അപ്പൊ അതൊന്നും പരുവപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയണ്ടേ, ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ, അവർക്കൊരു സുഹൃത്ത് വരുന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടവും അവളെ കളിപ്പാട്ടം എടുത്തിട്ട് ഇവള് പോയിട്ട് ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യും അരങ്ങ് വരുന്ന സമയത്ത്. ഞാൻ പറയും അതൊന്നും ചെയ്യും, നമ്മള് ഷെയറിങ്, ചില ബേസിക് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഷെയർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. ചിലവർ വരുന്ന സമയത്ത് ഹലോ, ചില കുട്ടികൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം അത്. ഇവൾ അങ്ങനെയല്ല, ഇവൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എന്നാലും ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവള് മൈൻഡ് ചെയ്തൊക്കെ പോയിക്കളെ. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മളെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് നമ്മൾ ഹായ് പറയണ്ടേ. ഞാൻ നാളെ നിന്റെ ഒരു സുഹൃത്ത് വരുമ്പോൾ ഞാൻ ഹായ് പറയുന്നത് നിനക്ക് വിഷമമല്ലേ? അങ്ങനെ ഞാൻ കോൺവെർസേഷൻസിൽ ഇടപെടാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കോൺവെർസേഷൻ. അപ്പൊ യു റൈറ്റ്, മൈ ബാഡ് എന്നൊക്കെ അവള് പറയും. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പൊ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയാം. ഇപ്പൊ ഞാനത് പറഞ്ഞാൽ അവർക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ ധ്യാൻ ചേട്ടന്റെ മകൾക്ക് ഒരു 10-25 വയസ്സൊക്കെ ആയിട്ട് ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരികയാണ്. അച്ഛാ, ഞാൻ ഇയാളെയാണ് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പോകുന്നത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവന്ന് എന്റെ അടുത്തോട്ട് വരേണ്ട പോലും കാര്യമില്ല. ഓക്കെ, അവളെ ആരെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അവൾ ആ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഞാനിപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടോ അവൾക്ക് ഇപ്പൊ നീയാണ് നീ എന്റെ മോനാണെങ്കിൽ അച്ഛാ ഞാൻ ഇടാണ്. അത്രേ ഞാൻ പറയുള്ളൂ. നിന്റെ ജീവിതം, നിന്റെ ചോയ്സ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ? ഒരു ബേസിക്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയം നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്, ഇങ്ങനൊരു സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ലോകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം, മനസ്സിലായില്ലേ? കാരണം ഈ കുഞ്ഞ് നമ്മൾ കടന്നുപോയി അത് അത്തരത്തിലുള്ള എല്ലാ ട്രോമയിലൂടെയും സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോകണം. ഇത് നമ്മുടെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ. മനസ്സിലാക്കും, സത്യമല്ലേ? പെട്ടെന്നൊരു മൈത്രയിലേക്ക് കടന്നുപോയി. പറഞ്ഞിട്ടുണ്ടോ? അപ്പോ അല്ല, ഇതൊക്കെ ഞാൻ എന്റെ കോളേജിലുള്ള സമയത്ത് ഞാൻ എന്തിനാ ജനിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ പോലെ. അപ്പോ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പം ആ കുഞ്ഞിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ബേസിക് അത് പ്രൊവൈഡ് ചെയ്യുക. ബേസിക് മാനേഴ്സ്, അവയർനെസ്, സിവിക് സെൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കുക. തെറ്റ് ശരിയൊക്കെ അവൾ ഇതാക്കണം. പിന്നെ അവൾക്ക് റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് അവൾ വീണ് പഠിക്കുകയുള്ളൂ, മനസ്സിലായില്ലേ? പ്രണയബന്ധം അങ്ങനെയാ പഠിച്ചത്. ഞാൻ മനസ്സിലായി, യു ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്സ്. ഓക്കെ, യു ഷുഡ് ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്പ്. അവൾക്ക് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടാവട്ടെ, അതിൽ നിന്നൊക്കെ അവൾക്കൊരു പഠനം ഉണ്ടാവട്ടെ, അവൾ വീണ് പഠിക്കട്ടെ. ഇത്രേ കാര്യമുള്ളൂ. ഒരുപാട് ട്രോളുന്ന ബേസില് അശ്വമേധത്തില് 11 ചോദ്യങ്ങൾ വരെ GS പ്രദീപിനോട് ചോദിച്ച് പിടിച്ചു തന്നൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ളത് നമ്മളൊക്കെ ഈ അടുത്ത് കണ്ടു. അതൊരു കാര്യമില്ല. അവന് ചെറിയ പ്രായത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത പോലത്തെ എസ് ഓർ നോ മാത്രം പറയുന്ന റൗണ്ടാണ്. അത് വെച്ചിട്ട് അവന്റെ ഇന്റലക്റ്റിനെ നമുക്ക് അളക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അംഗീകരിക്കും മനുഷ്യ. അവനാ ചെറിയ പ്രായത്തിൽ 9ാം ക്ലാസ്. അപ്പൊ ഉദയകുമാർ ഡാൻസർ അല്ലേ? അപ്പൊ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ അന്ന് കുട്ടിയല്ലേ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മോനെ ഇങ്ങനെ എസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി, എവിടെ പോയി ഇരുന്നാൽ മതി. അങ്ങനെ പോയി ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അന്നത്തെ ബേസിലിന്റെ IQ-നെ ഒന്നും അളക്കാൻ പറ്റൂല. അങ്ങനെ ഒരു IQ ഒന്നും അളക്കാൻ അല്ല, നല്ലതാ. അതിന് തോറ്റല്ലോ. ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കഷന് പോലും കാര്യമുണ്ട്. പിന്നെ ഡിസ്കഷന്റെ പോലും ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഗിറ്റാറൊക്കെ പിടിച്ചൊരു പടം ഇട്ടായിരുന്നു പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ. അത് ശ്രദ്ധിച്ചിരുന്നോ? പാട്ടിൽ എനിക്ക് പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. അവൻ എന്തിലാ ഇതിന്റെ പേരെന്താ? പ്രാവീണ്യം പ്രാവീണ്യം അതില്ലാത്തത്.
അവൻ തന്നെ ഒരു മാടപ്രാവനെ പോലത്തെ അവൻ എല്ലാത്തിനും പ്രാവീണ്യം ഉണ്ടല്ലോ. ഈ നീരജ് മാധവന് എൻജെന്ന് ഉള്ളൊരു സ്റ്റൈലിലേക്കും അവിടെ ഒരു റാപ്പറൊക്കെ ആയിട്ട് മാറിയിട്ട് കരിയർ വേറെ രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. അത് മൊത്തം നോക്കിക്കാണുന്ന ധ്യാൻ അതെങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്? അവൻ എന്റെ സുഹൃത്താണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് അവൻ അതിന് ഒരു സംഗീതത്തോടും അവൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കപ്പ്യാരി ചെയ്യുന്ന സമയത്തും ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും പാട്ടിനോടും അല്ലെങ്കിൽ നൃത്തം, ഡാൻസ്, കാരണം അവൻ ഡാൻസറായിട്ട് വന്ന ആളാണ്. അപ്പൊ അവൻ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ, കാരണം അവൻ കേരളത്തിൽ ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഒരു അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ് പുള്ളി. മനസ്സിലായില്ലേ? നമ്മള് മറ്റേ മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്ന പോലെ എന്റെ ഡ്രൈവർ കഷ്ടകാലത്തിന് അമേരിക്കയിൽ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്ന് പറഞ്ഞ പോലെ പറഞ്ഞ പോലെയുള്ള കാര്യമാണ് അവന്റെ. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോഴും ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ പിന്നെ പുള്ളി എന്നെ പറ്റി എന്തൊക്കെയോ പല ഇന്റർവ്യൂലും പറഞ്ഞു, അവനെ പറ്റി പൊക്കി പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളി ആഗ്രഹിച്ച ജീവിതം ജീവിക്കുന്ന ഒരാളാ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, കാരണം അവന്റെ കരിയർ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൽ ഹിന്ദിയിൽ പോയിട്ട് ഡയലോഗ് പറഞ്ഞ് അവിടെ ഓഡിഷൻ ചെയ്ത് അവിടെ സെലക്റ്റഡ് ആയിട്ട് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിൽ പോയിച്ചത് ഭയങ്കര അവന്റെ സക്സസിനെയും അവന്റെ ഈ ഷിഫ്റ്റിനെയും ഒക്കെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കാണും. സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജയിലർ ഇറക്കിയപ്പോ ധ്യാൻ ശ്രീനിവാസൻ ജയിലർ ഇറക്കി, തഗ് ലൈഫ് ഇറക്കിയപ്പോ ധ്യാൻ ശ്രീനിവാസൻ തഗ് ഇറക്കി. ഇതൊന്നും ഞാനല്ല ഈ ജയിലറിന് അവതാരം ഇറക്കിയപ്പോ നിങ്ങൾ വീഗം ഇറക്കി. ഇതൊക്കെ ഇതിന്റെ സംവിധായകരും ഇതിന്റെ പ്രൊഡ്യൂസർമാരും അവര് തീരുമാനിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ ജയിലർ ആയിക്കോട്ടെ, ജയിലറിന്റെ കൂടെ ജയിലർ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ഒരിക്കലും പറയില്ല. തഗ്ഗിൽ ഞാൻ ഒരു അര ദിവസത്തിൽ ഞാൻ ഒരു സീനിൽ മാത്രമേ ഞാനുള്ളൂ ആ പടത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരുടെ തീരുമാനമല്ലേ. അശ്വന്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അല്ല, ഞാൻ പറയാന്ന് വെച്ചാ നമ്മുടെ ജോലി എന്താണ്, അപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, നീ നാളെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും എന്നെ ഒരു ജോലിക്ക് വിളിക്കുവാണെങ്കിൽ ഞാൻ അവിടെ വരും. കാരണം നീ എന്നെ ഇവിടുത്തെ വലിയ പ്രധാന നടനായിട്ടും നായക നടനായിട്ടൊന്നും കാണണ്ട. ഞാൻ എല്ലാ ക്യാരക്ടർ റോൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ മലയാളിയിൽ ക്യാരക്ടർ റോൾ ചെയ്തു, ഓക്കെ, പ്രിൻസിൽ ചെയ്തു, ഞാൻ ആ ക്യാമിയോസ് ചെയ്യുന്നു, ഞാൻ അതിനോടൊരു ഡിറ്റക്റ്റീവ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എന്റെ ജോലി എന്താണോ ആ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, ഞാൻ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നില്ലേ, നിങ്ങൾ എന്നെ വിളിക്കൂ. ചോട്ടമുമ്പ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോട്ടമുമ്പയുടെ ഒരു സ്പേസ് എന്ന് വെച്ചാൽ അതിനകത്ത് കഥയില്ല, ഇൻസിഡൻസ് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു സാധനം തന്നെ ലവ് ആക്ഷൻ ഡ്രാമ, കഥയില്ല, ഇൻസിഡൻസ് ആണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു തമാശ ഫൺ വേൾഡില് ലാൽ സാറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക, അങ്ങനെ ആലോചിച്ചെന്താ? അതാണ് ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നതും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പൊ ഞാനും വിശാഖം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്